സഹോദരങ്ങളെ നമസ്കാരം. എൻ്റെ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഇന്നതിൻ്റെ ചെയർമാൻ്റെ ഒരറിയിപ്പ് വന്നു, ആ ഒരു വർഷത്തെ ആഘോഷങ്ങളെല്ലാം സമാപിച്ചിരിക്കുന്നുവെന്ന്. തുടങ്ങിയതും സമാപിച്ചതും അറിയാൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ആ സ്കൂളുമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. ഞാൻ 1955 എൻ്റെ ഗുരുനാഥനായ ശ്രീ MK രാമകുഞ്ഞു വാദ്യാരുടെ കൈ പിടിച്ച് BBM LPSലെത്തി. കടത്ത് കടന്നാണ് ഞങ്ങൾ ചെല്ലുന്നത്. കുഞ്ഞുവൈശ്യൻ എന്ന ഒരു കടത്തുകാരനാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളെ അക്കരയ്ക്ക് കടത്തി. വളരെ കുസൃതിയായ ഞാൻ വള്ളത്തിൻ്റെ വില്ലിൽ ചവിട്ടി കരയിലേക്ക് ചാടി വെള്ളത്തിലാണ് വീണത്. അങ്ങനെ നനഞ്ഞ് കുളിച്ച് ആണ് ഇസ്മായിൽ സാർ എന്ന ഹെഡ് മാസ്റ്റർ മുമ്പിൽ ഞാൻ ഹാജരായത്. അദ്ദേഹം നോട്ടപ്പുള്ളിയാക്കിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. എന്നെ 3-ാം ക്ലാസ്സിലാണ് ചേർത്തത്. ഞാൻ 1955 വരെ അവിടെ പഠിച്ചു. അന്ന് സ്കൂൾ കടത്തുകാരൻ ശ്രീ കുഞ്ഞുവൈശ്യൻ്റെ വീടിനോട് ചേർന്നായിരുന്നു. അത് ഇപ്പോഴത്തെ സ്ഥാനം പറയുകയാണെങ്കിൽ തണ്ടാശ്ശേരി വാസു താമസിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത പറമ്പായിരുന്നു. അഴീക്കന്മാരുടെ പറമ്പായിരുന്നു. അവിടെയാണ് അന്ന് സ്കൂൾ ഉണ്ടായിരുന്നത്. തെക്ക് വടക്കായിട്ട് ഒറ്റ കെട്ടിടം. അതിൻ്റെ വടക്കരിക് ചേർന്ന് L ഷേപ്പിൽ ഒരു നീട്ടും. ഇത്രയുമായിരുന്നു അന്ന് സ്കൂൾ എന്ന് പറയാണ്ടായിരുന്ന കെട്ടിടം. അതിൽ ഒരു മുറിയിൽ ഹെഡ് മാസ്റ്ററും കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. അധ്യാപകരെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇസ്മായിൽ സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. ആൻ്റണി സാർ, അദ്ദേഹം പള്ളിത്തോട് സ്വദേശിയാണ്. അദ്ദേഹമായിരുന്നു കണക്ക് പഠിപ്പിച്ചിരുന്നത്. ഇസ്മായിൽ സാർ മലയാളവും. ദേവദാസൻ നായർ, ഗോവിന്ദൻ നായർ, ബെനഡിക്റ്റ് സാർ, ജീല ടീച്ചർ, പീറ്റർ സാർ തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അധ്യാപകർ. ഇസ്മായിൽ സാറിൻ്റെ ക്ലാസ്സുകൾ, മലയാളം ക്ലാസ്സുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാനങ്ങനെ മലയാള സാഹിത്യത്തോട് താല്പര്യമുള്ളവനായി മാറി. അന്നത്തെ എൻ്റെ സഹപാഠികളിൽ പലരെയും ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും പ്രധാനികളായിട്ടുള്ളത് അഴീക്കൽ, ഇളയ അഴീക്കൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ മകൻ ബാബു അഴീക്കനായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്. അതേ വീട്ടിൽ നിന്ന് തന്നെ രാജൻ എന്നൊരു കുട്ടിയും വന്നിരുന്നു. അവൻ പാണ്ടി രാജൻ എന്നാണ് കുട്ടികൾ വിളിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മറ്റോ ഒരു കൂട്ടം ആളുകൾ വന്നപ്പോൾ കുട്ടിയെ ബാബുവിൻ്റെ അമ്മ വാങ്ങി എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും അങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ രാജനെ കണ്ടിട്ട് വളരെ കാലമായി. ബാബു മരിച്ചും പോയി. ഞങ്ങളുടെ ക്ലാസ്സിൽ മലയാളം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേവദാസൻ നായർ സാർ. അത് ഒരു കവിതാ പാഠമായിരുന്നു. അദ്ദേഹം ഈണത്തിൽ കവിത ചൊല്ലുമ്പോൾ ഒരു പെൺകുട്ടി മറ്റെന്തോ കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം കണ്ടു. ആ കുട്ടിയെ ചെന്ന് അദ്ദേഹം ശിക്ഷിച്ചു, അടി കൊടുത്തു. അയാൾ പെട്ടെന്ന് ഉഷാറായി അങ്ങിരുന്നു. വലിയ അടിയൊന്നുമല്ല, ഒരടി കൊടുത്തു. അങ്ങനെ കുട്ടികളെല്ലാം വളരെ ഉഷാറായിട്ടിരുന്നു.
ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടാതെ എന്ന കവിതയായിരുന്നു അദ്ദേഹം ചൊല്ലിയത്. പിറ്റേന്ന് കരുണാകരൻ എന്നൊരാൾ, അത് ആ കുട്ടിയുടെ അച്ഛനാണ്, ഒരു കഠാരയുമായി ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ എൻ്റെ മകളെ തല്ലും അല്ലേടാ എന്ന് ചോദിച്ചൊരു ആക്രോശമാണ്. ദേവദാസൻ നായർ സാർ എന്തെങ്കിലും വിധത്തിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയോ ഒന്നും ചെയ്തില്ല. മറ്റധ്യാപകർ അവിടെ എത്തി. ഏതായാലും കരുണാകരൻ അവരുടെ അഭ്യർത്ഥന മാനിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവമാണ് എൻ്റെ കുട്ടിക്കാലത്ത്, ആ സ്കൂളിലെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നത്. അത് ഇപ്പോഴും എനിക്കൊരു പേടി സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ശ്രീ MKR വാദ്യാർ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ശിശുപാഠശാലയിൽ നിന്ന് 10 or 20 കുട്ടികളെയുമായി ജൂൺ മാസത്തിൽ ഈ സ്കൂളിൽ വരും. ആ കുട്ടികൾക്കൊക്കെ ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്നാണ് അധ്യാപകർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. കാലം പോകെ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകേണ്ട കാലമായി. ഇപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ ചേർക്കണേ ഇവരെ? അപ്പോൾ സാറിൻ്റെ ആ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ BBLPS കൊണ്ട് ചേർക്കും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ സാറിന് ഇഷ്ടമുള്ളത് ചേർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇക്കുറി BBMLPSലേക്കല്ല പോകുന്നത്, പാട്ടം LFM-LPSലേക്കാണ്. അങ്ങനെ എൻ്റെ 2 കുട്ടികളും സോണിയയും ബാബു രാമേന്ദ്രനും പാട്ടം സ്കൂളിലേക്ക് പോയി. ബേബി സാറാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അങ്ങനെ ആ സ്കൂളിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായി എന്നോട് പറഞ്ഞത്, സ്കൂളിന് ഒരു മൂല്യത്തകർച്ച വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ട്, മാനേജ്മെൻറ്റോ അധ്യാപകരോ ഒന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇക്കാരണങ്ങളാൽ നമ്മളൊന്ന് മാറ്റി ചേർക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കുകയും ആ സ്കൂളിൽ ചേർത്തിയ കുട്ടികൾ 2 പേരും ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകരാണ്. അത് ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങളൊന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നത്, ദയവേത് നിങ്ങളൊരു ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നത്, അപ്പുറത്തേക്ക് മാറി നിൽക്കൂ. അപ്പം അങ്ങനെ ഞാൻ സന്തുഷ്ടനായി. കാലം പോകെ സ്കൂൾ മെലിഞ്ഞു വന്നു. എന്ന് പറഞ്ഞാൽ എണ്ണം കുറയുകയും കുട്ടികൾ അപ്പുറത്തെ സ്കൂളിൽ കൂടുകയും ചെയ്തു. അതിൻ്റെ കാരണം വിലയിരുത്താനോ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്നോ ആ സ്കൂളിലെ മാനേജറോ അധ്യാപകരോ ചിന്തിച്ചതായി എനിക്ക് തോന്നിയില്ല. ഈ സാഹചര്യത്തിൽ മാനേജറെ കണ്ട് സംസാരിക്കുന്നതിനും ഹെഡ് മിസ്ട്രസിനെ കണ്ട് സംസാരിക്കുന്നതിനും വേണ്ടി അക്കാലത്ത് SCRTയിൽ പാഠപുസ്തക രചനയിൽ ഏർപ്പെട്ടിരുന്ന ഞാൻ അവിടെ പോകാൻ തീരുമാനിക്കുകയും ചെല്ലുകയും ചെയ്തു. മാനേജറെ കാണാൻ കഴിഞ്ഞില്ല. ഹെഡ് മിസ്ട്രസിനെ കണ്ടു, ഹെഡ് മാസ്റ്ററെ കണ്ടു. അപ്പോൾ അദ്ദേഹം വളരെ നിസ്സഹായതയോടുകൂടി എന്നോട് പറഞ്ഞത്, എന്ത് ചെയ്യാനാണ് സാർ, നമ്മുടെ അധ്യാപക ശ്രേഷ്ഠന്മാർ വേണ്ടത്ര കരുതലോടുകൂടി വരുന്നില്ല. പിന്നെ ഇതൊരു പിന്നോക്ക പ്രദേശമാണല്ലോ, സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും രക്ഷകർത്താക്കളും താല്പര്യപ്പെടുന്നില്ല. പിന്നെ പോകുന്നിടം വരെ പോകട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ രാമകുഞ്ഞു സാർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്
ഒരു സ്മാരകം ആയി 4 സ്കൂളുകളിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. ആ 4 സ്കൂളുകളിൽ ഒന്ന് വയലാർ BVLPS പാറയിൽ, മറ്റൊന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ പട്ടണക്കാട്, വേറൊന്ന് BBM-LPS, മറ്റൊന്ന് LFM-LPS. അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. ഓരോ സ്കൂളിലെയും ഹെഡ് മാസ്റ്റർ പേരിൽ ഒരു തുക ഇന്ന് ഞാൻ ആ തുക പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 1000 രൂപ കൊണ്ടുപോയി ഞങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയും ഹെഡ് മാസ്റ്റർക്ക് അതിൻ്റെ പലിശ പിൻവലിച്ച് 4ാം ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ശിശുദിന ദിവസം സമ്മാനം കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് 4 സ്കൂളിലും ഞങ്ങൾ ഏൽപ്പിച്ചു. ഇന്നും മറ്റ് 3 സ്കൂളുകൾ BBM-LPS ഒഴിച്ച് ബാക്കി 3 സ്കൂളുകളിലും ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നാൽ BBM-LPSൽ അത് നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് അറിയാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. അപ്പോൾ അതിന് തൃപ്തികരമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താ പറയാനാണ്? ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. ഇങ്ങനെ ഇരിക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു ജനപ്രതിനിധി എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ സ്കൂളിലിരിക്കുന്ന വാർഡിലാണ് അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. അവർ വരുന്ന എന്തെങ്കിലും രാഷ്ട്രീയ പിരിവുകളായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ സ്കൂളിലെ നഴ്സറീസ് കുട്ടികൾക്ക് ഇരിക്കാൻ കസേരകളില്ല. കസേര വാങ്ങുന്നതിന് സംഭാവന വേണം. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. എന്താ കാര്യം? ഇങ്ങനെ ഒരാവശ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് എൻ്റെ സ്കൂൾ നാട്ടിലിറങ്ങി നടന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ ജനപ്രതിനിധിയോട് ചോദിച്ചു, സ്കൂളിൽ നിന്ന് ആരുമില്ലേ? സ്കൂളിൽ നിന്ന് ആരും വന്നില്ല. അതും എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനിതിങ്ങനെ പറയുകയും ഞാൻ 4-5 പേരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരോടെല്ലാവരോടും കൂടി പറഞ്ഞ് ഒന്നിച്ചൊരു തുക എടുത്ത് നിങ്ങൾ തന്നെ കസേര വാങ്ങിച്ചോളൂ, ഞങ്ങൾ തുക തരാം എന്ന് പറഞ്ഞു. അങ്ങനെ CD ആസാദ്, ബിജു, PR രാമേന്ദ്രൻ, ഞാൻ, പിന്നെ ഇവനവും, അങ്ങനെ കുറച്ച് പേരുടെ പേരാണ് ഉണ്ടാക്കിയത്. ഏതായാലും അവരെല്ലാവരും കൂടി കളക്ഷൻ എടുത്ത് പിന്നെ നമ്മുടെ വന്ന ജനപ്രതിനിധി ഏൽപ്പിക്കുക. അവർ കസേര വാങ്ങുകയും ചെയ്തു. അവർ തന്നെയാണ് കസേര വാങ്ങിയത്. വാങ്ങിയിട്ട് ഒരു ദിവസം വീണ്ടും എന്നെ അറിയിച്ചു, സ്കൂളിൽ ഇത് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്, ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഞാൻ മാത്രമുണ്ട്. ചടങ്ങ് എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ രക്ഷകർത്താക്കളുടെ ഒരു മീറ്റിംഗ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അല്ല, PTA അംഗങ്ങളും അവിടുത്തെ അധ്യാപകരും പിന്നെ മാനേജരും മാത്രമുള്ളൊരു ചടങ്ങാണത്. ഏറിയാൽ 20 പേരുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് തീർച്ചയായും ഞാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നതിന് പറ്റുന്നതാണ് എന്ന് ഞാൻ കരുതി. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? സ്കൂൾ പരിസരം കാടും പടലും പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. മറ്റൊന്ന്, അതിൻ്റെ നേരെ മുൻവശത്ത് 2 ചെമ്മീൻ ഷെഡുകളുണ്ട്. കഷ്ടിച്ച് ഒരു 6 മീറ്റർ അകലെ തോടിൻ്റെ കരയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് മൂക്കുപൊത്തി പിടിച്ചുകൊണ്ട് മാത്രമേ വരാൻ പറ്റൂ. അതിൻ്റെ അഴുക്കുകളെല്ലാം അവർ വെള്ളത്തിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഒരു ശരിയായ രീതിയല്ല. മാനേജ്മെൻറ്റും അധ്യാപകരും രക്ഷകർത്താക്കളും കൂടി ചേർന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതിനെ സ്കൂൾ എന്ന രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പറയുകയും ഒരു ചെറുപ്പക്കാരനായ അധ്യാപകൻ
എഴുന്നേറ്റു, എന്നെ തടസ്സപ്പെടുത്താൻ തുടങ്ങി. ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ ഹെഡ് മിസ്ട്രസ് അവിടെയുണ്ട്. ആ മഹതി എനിക്ക് പരിചയമുണ്ട്. ഫോർട്ട് കൊച്ചി ആ ഭാഗത്തുള്ള, എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കുറച്ച് വരുന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഹെഡ് മിസ്ട്രസ്സായിട്ട് ട്രാൻസ്ഫറായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവർ മിണ്ടുന്നതുമില്ല, മാനേജരും മിണ്ടുന്നില്ല. ഈ ചെറുപ്പക്കാരനിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ ഓർത്തിടാ, ഒരു മാനേജറുണ്ട്, ഹെഡ് മാസ്റ്ററുണ്ട്, ഹെഡ് മിസ്ട്രസ്സുണ്ട്, എന്തുകൊണ്ട് അവരാരും സംസാരിക്കുന്നില്ല? ഈ ചെറുപ്പക്കാരൻ മാത്രം എന്താണ് ഇങ്ങനെ കൂടെ എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ യഥാർത്ഥത്തിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും സ്കൂൾ പരിസരം വൃത്തികേടായി കിടക്കുന്നത് നിങ്ങളുടെ അലംഭാവം കൊണ്ടാണ്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാരെ വിളിക്കണം, എന്നിട്ട് ഈ സ്കൂൾ പരിസരം വൃത്തിയാക്കണമെന്നും സ്കൂളിൽ ഗ്രൗണ്ട് വേണമെന്നും പിന്നെ സ്കൂളിൻ്റെ പരിസരത്ത് നടക്കുന്ന മലിനമായ ജലവും വിഷമയമായ വായുവും ഇല്ലായ്മ ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടണം. ഇതാണ് ഞാൻ പ്രസംഗിച്ചത്. അതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഫലം എന്നോട് ഈ ശതാബ്ദി കമ്മിറ്റി കൺവീനർ പറഞ്ഞത്, അവർ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? എന്നെ ശതാബ്ദിയിലേക്ക് ക്ഷണിക്കണ്ട. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടോ. ഏതായാലും ശതാബ്ദി അടുത്ത് വരികയാണല്ലോ, അതുകൊണ്ട് അതിന് രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഈ പ്രശ്നം കൂടി വെച്ച് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും എന്നെ അവർ ഇവരെ അറിയിച്ചില്ല. അവരറിയിച്ചില്ല എന്നുള്ളിടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കയറി ചെല്ലുക? അതുകൊണ്ട് ഈ ശതാബ്ദി കമ്മിറ്റിയുടെ ചെയർമാനെ ഞാൻ വിവരം അറിയിച്ചു, ഒരു ഓഡിയോയിലൂടെ വിവരം അറിയിച്ചു. അദ്ദേഹം അതിന് താഴെ ഓക്കെ എന്നൊരു വാക്കെഴുതി എനിക്ക് അയച്ചു. അദ്ദേഹം ആ വിവരം ശതാബ്ദി കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. എന്തൊരു തരം അപമര്യാദയായ പെരുമാറ്റമാണ് അത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 80 വയസ്സുള്ള എന്നോട് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ വിചാരിച്ചോളൂ. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അധിക പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ച കാര്യം സത്യസന്ധമായി നിങ്ങളോട് പറയുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അഗാധ തലത്തിൽ നിന്ന് വരുന്ന വികാരസാന്ദ്രമായ ശബ്ദത്തിൽ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് ഒരു ശതാബ്ദിയിലേക്ക് ക്ഷണിക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് മര്യാദയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും തന്നെ പറയാനില്ല. എൻ്റെ സ്കൂളിൽ എന്നെ വിളിച്ചില്ല എന്നുള്ളതല്ല എൻ്റെ പരാതി. അവിടെ രജിസ്റ്ററിൽ 55 ഞാൻ, 80 വയസ്സുള്ള ഞാൻ, എന്നെ തപ്പിയെടുത്ത് വിളിക്കേണ്ട ബാധ്യത അവർ നിറവേറ്റിയില്ല എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ എന്താണ് പറയേണ്ടത്, ഇപ്പോഴത്തെ ചെയർമാൻ കൂട്ടുനിൽക്കുകയാണ്. ഇരിക്കട്ടെ, കാലം ചില കാര്യങ്ങൾക്ക് കണക്ക് ചോദിക്കും. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നില്ല. എന്താ കാര്യം? സമാപന സമാപന പ്രവർത്തനത്തിൻ്റെ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ ഇട്ടിരുന്നു.
അത് കണ്ടതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാം. നന്ദി, നമസ്കാരം.